ഇതെല്ലാം കൂടെ പത്മകുമാറിന്റെ നെഞ്ചത്തോട്ടിരിക്കട്ടെന്നേ. ഇത് ശബരിമല ഉണ്ടായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം 2019 ഭരണസമിതിക്കാണോ? ഈ അവതാരങ്ങളെ മുഴുവൻ അവിടെ കൊണ്ടുവന്നത് 2019 ഭരണസമിതിയാണോ? അല്ലല്ലോ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി 2007 ശബരിമല വന്ന ആളാണ്. 2007 മുതൽ അവിടെ ഉള്ള ആളാണ്. അതെങ്ങനെയാണ് 2017-19 നിന്ന ഭരണസമിതി മാത്രം അതിന് മറുപടി പറയേണ്ട സാഹചര്യം വരിക? നമ്മളെക്കാളിലൊക്കെ വേറെ ബന്ധങ്ങളുള്ളവരുണ്ടല്ലോ അവിടെ, അവരൊക്കെ മറുപടി പറയേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ ഇതിനകത്ത് സത്യം തെളിയും. ആ സത്യം തെളിയുമ്പം മറുപടി പറയേണ്ടവരെല്ലാം പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല. ചേട്ടാ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും പറയുന്ന ഒരു കാര്യം, ഈ രുദ്രാക്ഷമാലയും യോഗദണ്ഡും അന്ന് ഈ സ്വർണം പൂശാനെ കൊടുക്കുമ്പോഴേ അത് ദേവസ്വം പ്രസിഡന്റ് കുടുംബത്തിന് തന്നെ കൊടുക്കുന്ന ഒരു ഔചിത്യത്തിന്റെ പ്രശ്നമില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അത് യാതൊരു നടപടികളില്ലേ, ഒരു ഔചിത്യത്തിന്റെ പ്രശ്നമില്ല എന്ന് ചോദിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യങ്ങൾക്കൊക്കെ ഇനിയിപ്പോൾ ഞാൻ മറുപടി പറയാൻ പോണോ? ഇതിൻ്റെയൊക്കെ ആദ്യം തുടക്കം അവിടെ നിന്നാണെന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞില്ലേ? പീഠത്തിൻ്റെ കാര്യം വന്നപ്പോൾ ആരാ ഗൂഢാലോചന നടത്തിയെന്ന് ഇപ്പോൾ വന്നില്ലേ? അപ്പം അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച പ്രശ്നത്തിന് ഞാൻ മറുപടി പറയുന്നില്ല. പക്ഷേ രമേശ് ചെന്നിത്തലയെ പോലുള്ള ബഹുമാന്യരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഔചിത്യത്തിൻ്റെ പ്രശ്നമല്ല. ഇത് ഈ പറഞ്ഞതുപോലെ സ്വർണം പൂശുക എന്ന് പറയുന്നത് അത് സ്വർണം പൂശാൻ പറ്റുന്ന സാധനമല്ല. അത് വെറുതെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ആദ്യം പറഞ്ഞു അത് സ്വർണ്ണദണ്ഡാണെന്ന് പറഞ്ഞു. അത് അവിടെ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഒരു മാന്യദേഹം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ സ്വർണ്ണദണ്ഡ് ഞാൻ വീട്ടിനകത്തിരിക്കുന്നത് കാണിച്ചു കൊടുത്തു എന്ന് വരെ പ്രസംഗിക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ആ വക കാര്യങ്ങളെപ്പറ്റി ഒന്നും ഇപ്പോൾ മറുപടി പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഭരണകാലത്ത് ശബരിമല ക്ഷേത്രത്തിനെതിരായി അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും പെശകുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണല്ലോ. കോടതി തീരുമാനിക്കട്ടെ, അപ്പോൾ നമുക്ക് പറയാം. രാജ്യത്തെ അന്വേഷണത്തോടും നിയമത്തോടും സഹകരിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റുമോ? മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഇതിൽ വരണം എന്ന് അങ്ങ് പറയുന്നുണ്ടോ? ഞാൻ ആരെയും കുറ്റപ്പെടുത്താനില്ല. ഈ പറഞ്ഞ എല്ലാ കുറ്റങ്ങളും എൻ്റെ ഭാഗത്താണ് കുറ്റങ്ങളെങ്കിൽ ഞാൻ ഏക്കുന്നേ. ഇത് മുഴുവൻ കുഴപ്പങ്ങളും പറഞ്ഞില്ലയോ, ശബരിമല ക്ഷേത്രം ഉണ്ടായ കാലം മുതൽ നാളിതുവരെ എന്ത് കുഴപ്പങ്ങളുണ്ടെങ്കിലും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണല്ലോ. ശബരിമലയായിട്ട് ബന്ധപ്പെട്ട അത്ര ആർജവത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല. പണ്ട് നേരത്തെ ചില വിദേശ യാത്രകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ ഇനി മൊഴിയായിട്ട് ഇനി കൊടുക്കുമോ? അല്ല, അതിപ്പോ നിയമപരമായിട്ട് ആലോചിച്ചല്ലേ പറയാൻ പറ്റൂ. നമ്മുടെ ചോദ്യങ്ങൾക്കും കാര്യങ്ങൾക്കും അല്ലേ മറുപടി പറയാൻ പറ്റൂ. അതൊക്കെ നോക്കാം. ബോർഡ് ഒരു കാര്യം തീരുമാനിക്കുന്നു, പക്ഷെ അതിന് ഘടകവിരുദ്ധമായിട്ട് ഉദ്യോഗസ്ഥർ രജിസ്റ്ററിലൊക്കെ രേഖപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അത് അങ്ങനെയുള്ള കാര്യങ്ങളും അങ്ങ് ബോധ്യപ്പെടുത്തുമോ? നമ്മുടെ വീട് ലോക്ക് ചെയ്തിട്ടിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മോഷണം നടന്നാൽ അതിന് വീട്ടുകാരന് ഉത്തരം പറയേണ്ടി വരും എന്ന് പറഞ്ഞാൽ അത് വലിയ കഷ്ടമാണ്. എൻ്റെ വീട് ഞാൻ പൂട്ടിയിട്ടിട്ട് പോയി കഴിഞ്ഞിട്ട് രാത്രി മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം വീട്ടുകാരൻ പറയണം എന്ന് പറയുന്ന പോലെയാണിപ്പോൾ നിങ്ങൾ പറയുന്നത്. എൻ്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്, ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞോ അറിയാതെയോ ഒരു കഴഞ്ച് തെറ്റ് എൻ്റെ ഭാഗത്തു നിന്നോ എൻ്റെ ബോർഡിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. എവിടെയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പരിശോധിച്ച് ബഹുമാനപ്പെട്ട കോടതിയെ വിവരം അറിയിക്കും.